ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഇടുക്കി ശാന്തമ്പാറ പഞ്ചായത്തിലെ RRT സങ്കേതത്തിൽ വേണ്ടത്ര ഉപകരണങ്ങളും ആയുധങ്ങളും ഇല്ലെന്ന് DCC പ്രസിഡന്റ്. ശമ്പളം പോലും ലഭിച്ചിട്ട് മാസങ്ങളായെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 31 നമ്മൾ പൂപ്പാറയിൽ അരിക്കൊമ്പനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നിരാഹാര സമരം 22 ദിവസം ഉള്ള സമരം ആരംഭിച്ചത്. അന്നത്തെ കോടതി നിർദ്ദേശമുണ്ട്, RRT സംഘത്തെ പ്രത്യേകമായി ആനയുടെ ശല്യം കൂടുതലുണ്ടാകുന്ന മേഖലകളിൽ വിന്യസിക്കണം എന്നായിരുന്നു. അത് ഈ RRT സംഘം വന്ന സമയത്ത് കുറച്ചു നാളത്തേക്ക് അത് നിലനിന്നു, വളരെ ശാന്തമായി ആ പ്രദേശം. പക്ഷെ ഇന്ന് സ്ഥിതി വീണ്ടും പഴയപടി തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. 9ഉം 4ഉം 13 പേരാണ് RRT സംഘത്തിലുള്ളത്. ഈ 13 പേർക്ക് സ്വയം രക്ഷയ്ക്ക് പോലും ആയുധങ്ങളുടെ കൈവശമില്ല. ഹൈക്കോടതി ആവശ്യമായ എക്യുപ്മെന്റ്സ് കൊടുക്കണം എന്ന നിർദ്ദേശം ക്ലിയർ കട്ടായി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അവർക്ക് അസമയത്ത് സന്ധ്യമായി കഴിഞ്ഞാൽ അവർക്ക് വെളിച്ചം ഉള്ള ഒരു ഐറ്റവും കൊടുത്തിട്ടില്ല. എന്തിനാ ഒരു ടോർച്ച് പോലും. പൂപ്പാറയിലും ഈ പറയുന്ന BL റാമിലും ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് കണ്ണൻ മരിക്കാനുണ്ടായ സാഹചര്യം ഒരുക്കിയ പ്രദേശത്തും എല്ലാം 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു ഗവൺമെന്റ്. 5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ഇനിയിപ്പോൾ പേപ്പർ വിഭാഗമെല്ലാം ശരിയാക്കി വരുമ്പോൾ ബാക്കി 5 ലക്ഷവും കൊടുക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെന്റിന്റെ ഭൂമിയായ റവന്യൂ ഭൂമിയിൽ അതല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഭൂമിയിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള നഷ്ടങ്ങൾക്ക് ഈ കണ്ണനും കുടുംബത്തിനും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം. ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ RRT സങ്കേതത്തിൽ രാത്രി കാഴ്ചയ്ക്ക് ടോർച്ച് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഇല്ലെന്നും ശമ്പളം പോലും ലഭിക്കുന്നില്ലെന്നും DCC പ്രസിഡന്റ് CP മാത്യു. ചിന്നക്കനാലിൽ കാട്ടാനാക്രമത്തിൽ കൊല്ലപ്പെട്ട കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകണമെന്നും CP മാത്യു ആവശ്യപ്പെട്ടു. രാജാക്കാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വനം മന്ത്രി AK ശശീന്ദ്രനാണ്. ആ വനം വകുപ്പ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആ വനം വകുപ്പ് എടുത്ത് ഈ പ്രദേശത്തു നിന്നുള്ള MLA, ഇവിടെയുള്ള മേഖലയിലെ എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന MM മണിയെ ഏൽപ്പിച്ച് ആ MM മണി ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. MM മണിയെ അത് ഏൽപ്പിക്കുകയും ആയുർ രംഗത്ത് 100% KK ശൈലജ ടീച്ചർ വിജയപ്രദമാക്കിയിരുന്ന ആരോഗ്യ വകുപ്പ് തളർവാദ രോഗിയെ പോലെയാക്കി മാറ്റിയിരിക്കുന്ന വീണ ജോർജിനെ മാറ്റി അത് ഇവിടുന്ന് മാറ്റുന്ന AK ശശീന്ദ്രനെ, അദ്ദേഹമാണെങ്കിൽ ആയുർവേദ ഡോക്ടർ കൂടിയാണ്. ആതുര സേവാ രംഗത്ത് അദ്ദേഹത്തിന് അതിനുള്ള പാഠവുമുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള ജോലികൾ അറിയാം. ആരോഗ്യ വകുപ്പ് ശശീന്ദ്രൻ ജനകീയ പ്രശ്നങ്ങൾ അറിയാവുന്ന, കാട്ടുമൃഗങ്ങളുടെയും കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യത്തിൽ ഈ മേഖലകളിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന MM മണി ആ വകുപ്പ് ഏൽപ്പിക്കാനുള്ള ആ വകുപ്പ് ഏൽപ്പിക്കട്ടെ. മണിയാസാന്റെ അടുത്ത് ഇവരുടെ ഒന്നും പണിയെടുക്കില്ലല്ലോ. മണിയാസാൻ വരുമ്പോഴത്തേന് ഉദ്യോഗസ്ഥന്മാരെല്ലാം റെഡിയായിരിക്കും. അതുകൊണ്ട് ഇത് തിരുവനന്തപുരം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, രാജാക്കാട്. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.